ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ചെറുപയർ മുളപ്പിച്ചിട്ട് അത് വെച്ചിട്ട് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചെറുപയറൊന്ന് മുളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു 8-10 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം നമ്മൾ അതൊന്ന് കഴുകി വാരിയിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ മതി. ഒരു ദിവസമായാലും കുറച്ച് മുള വരും, 2 ദിവസമായാലും കുറച്ചും കൂടെ വരും കേട്ടോ. അത് ഞാനൊരു 3 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾ വിചാരിക്കും നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളാകുമ്പോഴാണ് അങ്ങനെ തുണിയിലൊക്കെ കെട്ടിയേക്കേണ്ട ആവശ്യം വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ തന്നെ ശരിക്കും ഇത് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ആ ചൂട് കാരണമാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറേ വെള്ളത്തിൽ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയൊന്നും ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തക്കാളിയും അതുപോലെ തന്നെ സവാളയും അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സവാള അതുപോലെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാത്തതാണ് ഏറ്റവും നല്ലത്. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളി വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് നാരങ്ങയൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒഴിക്കണ്ട കേട്ടോ. ഓയിൽ ഒഴിച്ചില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. അതിലേക്ക് കക്കരിക്ക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതിപ്പോൾ സവാള തക്കാളി ഇതൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ചെറുപയറിൻ്റെ ഈ ഒരു അളവിലേക്ക് നമുക്ക് ഒരു സവാള ഒരു തക്കാളി ഇത്രയും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.